സംസ്ഥാനത്തിന് അർഹമായ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. നേരത്തെ നടത്തിയ ചർച്ചകൾ കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെ തുടർന്ന് പൂർണ്ണമായും പരാജയമായതോടെ അടിയന്തര വാദം കേട്ട് ഇടക്കാല വിധി നൽകണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു തലവൂർ, ഈ കേസ് കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചു തുടങ്ങിയോ? നിലവിൽ കേരളത്തിന്റെ ആവശ്യം ന്യായമാണ്. കഴിഞ്ഞ ആദ്യ 2 തവണ സുപ്രീം കോടതി പറഞ്ഞിരുന്നു, ചർച്ചകൾ നടത്തി, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ചർച്ചകൾ നടത്തി പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ നിഷേധാത്മക നിലപാട് തുടർന്ന് കേരളത്തിന് അധിക വായ്പ എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തുടർന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി തന്നെ ഇതിൽ അന്തിമ വിധി പറയാനിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പരിഗണിക്കാൻ തുടങ്ങി, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജു, തീർച്ചയായിട്ടും കേരളത്തിന്റെ ഹർജി അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി പരിഗണിക്കും. അതായത് കേരളത്തിന് അർഹമായിട്ടുള്ള തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. തുടക്കം മുതൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ കേരളത്തിന്റെ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. തുടക്കത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരും സംസ്ഥാനവും തമ്മിൽ ചർച്ച നടത്തിയിരുന്നെങ്കിലും ആ ചർച്ച പരാജയപ്പെടുകയും അതോടൊപ്പം തന്നെ ഹർജി പിൻവലിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാം എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അതിന് കേരളം വഴങ്ങിയില്ല, കേസുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളത്തിന് 13,000 കോടി രൂപ വായ്പ എടുക്കാനുള്ള അനുമതി നൽകിയിരുന്നു. പക്ഷേ ബാക്കി തുകയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ കഴിയുകയില്ല എന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സാഹചര്യത്തിൽ കേരളത്തിന് 5,000 കോടി നൽകാമെന്നും പക്ഷേ അടുത്ത സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ പരിധിയിൽ നിന്നും 5,000 കോടി അത് വെട്ടിക്കുറയ്ക്കും എന്നതാണ് കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 74,000 കോടി രൂപയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ വായ്പ എടുത്ത് കടപ്പത്രം പുറത്തിറക്കി പണം സ്വരൂപിക്കുകയും ചെയ്തത്. അതിൽ മഹാരാഷ്ട്രയുണ്ട്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ 8,000 കോടി രൂപ വരെയാണ് ഉത്തർപ്രദേശ് അടക്കം ഈ കടപ്പത്രത്തിലൂടെ സമാഹരിക്കുകയും ചെയ്തത്. ഈ സാഹചര്യങ്ങൾ കൂടി, പുതിയ ഈ സാഹചര്യം കൂടി ഈ സുപ്രീം കോടതിയിലെ വാദത്തിൽ കേരളം ഉന്നയിച്ചേക്കാം. കാരണം കേരളത്തിൻ്റെ എതിരെ ഉണ്ടായിരുന്ന ആരോപണം കേരളം മാത്രമാണ് കടമെടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പുതിയ കണക്കുകൾ വരുമ്പോൾ കേരളം കടമെടുക്കുന്നത് വളരെ കുറവും മറ്റ് സംസ്ഥാനങ്ങൾ വലിയ തരത്തിലുള്ള കടമെടുപ്പ് എടുക്കുകയും ചെയ്യുന്നു. GDPക്ക് GSTPക്കും വളരെ നിശ്ചയിച്ചതിനേക്കാൾ തുക എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പല സംസ്ഥാനങ്ങളും പോവുകയും ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി ഇന്ന് കേരളം ശ്രമിക്കും. തീർച്ചയായിട്ടും അതുതന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വലിയ തലത്തിൽ പല സംസ്ഥാനങ്ങളും കടപ്പത്രം വഴി ഇത്തരത്തിൽ വലിയ തുക കടമെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് 20,000 കോടിയാണ്. തുടക്കത്തിൽ 17 സംസ്ഥാനങ്ങൾക്കായിട്ട് 50,206 കോടിയാണ് കടപ്പത്രം വഴി സമാഹരിക്കാൻ ഒരു അനുമതി നൽകിയത്. പക്ഷേ അതിന് പിന്നാലെ പ്രത്യേക ഉത്തരവിലൂടെ ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ഇന്ന് കടപ്പത്രത്തിലൂടെ 24,000 കോടി, അതായത് 12,000 കോടി വീതം 24,000 കോടി സമാഹരിക്കാനുള്ള ഒരു അനുമതി കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം ഒരുപക്ഷെ സംസ്ഥാനം ഇന്ന് സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ ഉയർത്തിക്കാട്ടും. സിജു, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ വായ്പാ പരിധി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് കേരളത്തിന്റെ ഹർജിയിൽ ഇന്നും സുപ്രീം കോടതിയിൽ വാദം തുടരും. അടിയന്തര വാദം കേട്ട് വിധി പുറപ്പെടുവിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.